കല്യാണ ഫോട്ടോഷൂട്ട് മൊത്തം ഒരു 2500 രൂപയ്ക്ക് അങ്ങ് എഡിറ്റ് ചെയ്ത് തന്നാലോ? ഇങ്ങനെയുണ്ട് പരിപാടി. 30,000 രൂപയ്ക്കൊക്കെ മേടിച്ച് ചെയ്യുന്ന പരിപാടി 2500 രൂപയ്ക്ക് ചെയ്തു തരും. അല്ലെ പോട്ടെ, 10,000 രൂപയെങ്കിലും ആവുന്ന പരിപാടി 2500 രൂപയ്ക്ക് ചെയ്ത് തന്നെ ഇരിക്കും. നിങ്ങൾ മേടിക്കുമോ? ഇതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാനുള്ളത് വളരെ കൊച്ചു വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് കുറേ പേരിലേക്ക് നിങ്ങൾ സെൻഡ് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീൽ കാണാനായിട്ടായി. നമ്മുടെ എല്ലാവരും ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കല്യാണവും കാര്യങ്ങളും. അതൊക്കെ വീഡിയോ പിടിക്കാനും അതേപോലെ തന്നെ ഫോട്ടോ ആൽബം ഒക്കെ ഉണ്ടാക്കി നമുക്ക് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അത് എത്രത്തോളം റേറ്റ് കുറച്ച് ചെയ്യാമെന്നും ക്വാളിറ്റിയോടെ ചെയ്യാമെന്നൊക്കെ പലരും ആലോചിക്കും. കാരണം കാശൊരു മെയിൻ ഘടകമാണല്ലോ. ഒന്നാമത്തെ കാര്യം ഇപ്പോൾ നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്ന വലിയ സാമ്പത്തിക മാന്ദ്യ രീതിയിൽ കൂടെയാണ്. അപ്പോൾ ഇതിനെല്ലാം മുൻനിർത്തി ഞാനൊരു വീഡിയോ കാണാനിടയുണ്ടായി. ആ വീഡിയോ ഇവിടെ വെക്കുന്നുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ട് പോകാം. നമുക്കതിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. 2-3 വശങ്ങൾ ഇതിനെ പറ്റിയിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. 2500 രൂപയ്ക്ക് ഫുൾ വെഡിങ്. ഇനി വേണമെങ്കിൽ റീൽസും ഹൈലൈറ്റ്സും ഉൾപ്പെടുത്താം. ഈ റേറ്റിന് വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും വീഡിയോ എഡിറ്റേഴ്സ് ഈ റീൽസ് കാണുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം പറയുന്നത് എത്രയും പെട്ടെന്ന് ഈ പരിപാടി നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും ജോലിക്ക് പോകുക. സത്യം പറഞ്ഞാൽ വിഷമമുണ്ട്. കഴിഞ്ഞ ദിവസം വെഡിങ് എഡിറ്റേഴ്സിന് ക്യാഷ് കിട്ടുന്നില്ല എന്ന് റീൽ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി കേരളത്തിൽ ഇപ്പോൾ ഈ ഒരു റേറ്റ് എഡിറ്റേഴ്സ് വാങ്ങുന്നുണ്ടെന്ന്. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന കമ്പ്യൂട്ടറിനെ അല്ലെങ്കിൽ ആ കറണ്ട് ചാർജിനെ കുറച്ച് ബഹുമാനിക്കുക. അതിനു വേണ്ടിയുള്ള പൈസയെങ്കിലും വാങ്ങുക. 2500 രൂപ എന്ന് പറയുമ്പോൾ എന്താണിത്? ഒരു ഫുൾ വെഡിങ് എന്ന് പറയുമ്പോൾ അതിന് ഫുട്ടേജ് ഏകദേശം 6 മണിക്കൂർ 7 മണിക്കൂർ ഫുട്ടേജ് ആണ് മിനിമം. അത് ക്ലീൻ ചെയ്ത് ഒന്ന് എഡിറ്റ് ചെയ്ത് വരുന്നതിന് കുറഞ്ഞ ഒരു 10-15 മണിക്കൂർ. ഈ 15 മണിക്കൂർ നിങ്ങൾ 2500 രൂപ വാങ്ങുന്നത് ഇതെന്ത്? അപ്പോൾ എഡിറ്റിംഗുകാർ ഈ 2500 രൂപ മേടിക്കുന്നത് അവർ പറയുന്ന കറക്റ്റ് കാര്യമാണ്. ഇത്രത്തോളം മണിക്കൂർ വർക്ക് ചെയ്യുന്നു, 10-15 മണിക്കൂർ ഇരുന്ന് വർക്ക് ചെയ്യുന്നു, 2500 രൂപ മേടിക്കുന്നു എന്ന് കാണുമ്പോൾ ഇതിൽ കുറേ കമൻറ്റുകൾ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടൊക്കെ ഉണ്ട്. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു തൊഴിലാണ്. അപ്പോൾ ആ തൊഴിലിന് വില ഇടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മോശമാണ്. അപ്പോൾ അതായത് നമ്മളൊരു 10 രൂപയ്ക്ക് ഒരു സാധനം കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റ് വില 10 രൂപയാണ്. അതിൻ്റെ അപ്പുറത്ത് ഇങ്ങോട്ട് വന്നിട്ട് 8 രൂപയ്ക്ക് സാധനം കൊടുക്കുമ്പോൾ ആളെല്ലാം അവിടെ പോയി മേടിക്കും. ലാഭം ചിലപ്പോൾ അതിനകത്ത് 10 പൈസ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ അപ്പുറത്ത് പോയി മേടിക്കും. അപ്പോൾ ആ മൊത്തം മേഖല തകർന്നു പോകുന്നൊരു പരിപാടിയാണ്. അപ്പോൾ ഇതിൽ 2-3 വശങ്ങൾ നോക്കേണ്ട. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന വിവാഹ ഫോട്ടോഷൂട്ട് അല്ലെങ്കിൽ ആൽബം പരിപാടി നടത്തുന്ന കാര്യത്തിൽ 2-3 പ്രശ്നങ്ങൾ ആളുകൾക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ വലിയ കാശ് കൊടുത്ത് 10,000-50,000 രൂപ മുടക്കി ഇങ്ങനത്തെ പരിപാടി നടത്തിയിട്ട് പോലും ഇപ്പോഴും ആൽബം പോലും കിട്ടാത്ത ആളുകൾ എനിക്കറിയാം. ആ ഫോട്ടോ, ആ മെമ്മറി കാർഡെങ്കിലും ആ ഫോട്ടോ എങ്കിലും ഞങ്ങൾ കമ്പ്യൂട്ടറിട്ട് കണ്ടോളാം എന്ന് പറയുന്ന ടീംസിനെ എനിക്കറിയാം. അങ്ങനെ ഉടായ്പ് കാണിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും ഉണ്ട്, ഒത്തിരി ഉണ്ട്. എനിക്കറിയാവുന്ന, എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന കുറച്ച് അലവലാദികളുണ്ട്. ഈ പറയുന്നത് പോലെ കാശെല്ലാം മേടിക്കും, വലിയ വിശ്വാസത്തോടെ ഇതൊക്കെ ചെയ്യും. അതിനുശേഷം കോടതി കയറി ഇറങ്ങേണ്ട അവസ്ഥ വരും. സ്റ്റേഷനിൽ കയറി ഇറങ്ങിയാൽ പോലും ഇതൊന്നും കൊടുക്കത്തില്ല, നിങ്ങൾ വേണേൽ മേടിച്ചോ എന്നുള്ള മൈൻഡ്. കാര്യം കല്യാണം കഴിഞ്ഞ് പോയി, ഇനി റീക്രിയേറ്റ് ചെയ്യാൻ ഒരിക്കലും പറ്റത്തുമില്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, നമുക്കറിയാം ഒരു DSLR ഉണ്ടെങ്കിൽ എല്ലാവരും ക്യാമറാമാനും അതേപോലെ തന്നെ 2-3 കോസ്റ്റ്യൂം മാറ്റിയിടാണ്ട് എല്ലാവരും മോഡലാവുന്ന ഒരു കാലഘട്ടമായിരുന്നു കുറച്ച് നാൾ മുമ്പ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇൻസ്റ്റേ ഫോട്ടോ ഇടാനായിട്ട് ഇവിടെ ക്വാളിറ്റി ഏതാണ്, ക്വാളിറ്റി ഇല്ലാത്തതാണ്. ഇത് ഒരു പ്രസ്റ്റീജിൻ്റെ ഭാഗമായിട്ട് മാറി. കല്യാണ ഫോട്ടോഷൂട്ടും അതൊക്കെ പ്രസ്റ്റീജിൻ്റെ ഭാഗമായിട്ട് മാറി. ഒരുപാട് കാശുള്ളവർ വലിയ വലിയ കമ്പനികളെ ഏൽപ്പിച്ച് ഈ പരിപാടി ചെയ്യുമ്പോൾ ഇതേപോലത്തെ സാധാരണക്കാരായിട്ട് ആളുകൾ, ഇച്ചിരി സാമ്പത്തികം കുറഞ്ഞ ആളുകൾക്ക് അവർക്ക് ഇതുപോലത്തെ പരിപാടിയൊക്കെ ചെയ്യണം. പക്ഷേ ഇത്രയും കാശ് മുടക്കാനില്ല. അപ്പോൾ അവരിലേക്ക് ഈ പറയുന്ന ആളുകൾ വന്നിട്ട് ചെറിയ തുകയ്ക്ക് വർക്ക് പിടിക്കും. എന്നിട്ട് അവർക്ക് ക്വാളിറ്റി കാര്യങ്ങളൊന്നും അറിയത്തില്ല. കാരണം അച്ഛനും അമ്മയും എങ്ങനെയെങ്കിലും പാടുപെട്ടി മക്കളെ കെട്ടിച്ച് വിടാനുള്ള തത്രപ്പാടിൽ മക്കൾക്ക് നിർബന്ധമാണ് ഞങ്ങൾക്ക് എല്ലാ ഫോട്ടോയും ഷൂട്ടും അതൊക്കെ വേണമെങ്കിൽ. അച്ഛൻ്റെ അമ്മയുടെ ബുദ്ധിമുട്ടൊന്നും ഇവരറിയുന്നില്ല. അപ്പോൾ പക്ഷേ അവർ അത് മക്കളുടെ ഇഷ്ടമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ നോക്കുമ്പോഴത്തേനും 2-3 ലക്ഷം കൊടുക്കാൻ അവർക്കില്ല, 50,000-60,000 കൊടുക്കാനില്ല. അവർ നോക്കുമ്പോൾ 10,000-5,000 രൂപയ്ക്ക് കിട്ടുന്ന വർക്ക് അവർ ചെയ്യുന്നു നോക്കുമ്പോൾ അവർക്ക് ആ ക്വാളിറ്റി ഓക്കെയാണ്. കാര്യം അവിടെ 50,000 പറഞ്ഞിട്ട് 5,000 അപ്പുറത്ത് കിട്ടുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ അവർ രാജാവാണ്. ഇങ്ങനെ വർക്ക് ചെയ്യാൻ നിൽക്കുന്നവരുടെ ഇടയിലും ഒരു പ്രശ്നമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റീഷനാണ്. അതായത് അവിടെ 10,000-ന് കൊടുക്കുമ്പോൾ ഇവിടെ 8,000-ന് കൊടുക്കുമ്പോൾ 5,000 രൂപയ്ക്ക് വർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് കൂടുതൽ കിട്ടും എന്നുള്ള രീതിയിൽ ഈ പറയുന്ന പോലെ ഒരു ക്യാമറ എടുത്തിട്ട് എല്ലാവരും ഇറങ്ങുകയാണ്. ഒരു കമ്പ്യൂട്ടർ മേടിച്ച് വെച്ചിട്ട് പണി ഈ പറയുന്ന പോലെ പഠിച്ചിട്ട് ഇവരെല്ലാം ഇറങ്ങുകയാണ്. ഇതിൽ പ്രൊഫഷണൽ ഏതാണ്, ഇതിനു വേണ്ടി നിൽക്കുന്നത് ഏതാണ്, വരുമാനത്തിന് വേണ്ടി ചെയ്യുന്നവരാരാണ്, ഇല്ലെങ്കിൽ ചെറിയ ദമ്മടിക്ക് വേണ്ടി ചെയ്യുന്നവരാണ് ഒന്നും അറിയാൻ പറ്റാത്ത രീതിയിലേക്ക് ഈ പറയുന്ന കസ്റ്റമർ വരുമ്പോഴത്തേക്കിനും അവർക്ക് റേറ്റ് കുറച്ച്, നമ്മുടെ നാട്ടിലറിയില്ല, എന്ത് മേടിച്ച് കഴിഞ്ഞാലും വില കുറച്ച് കിട്ടണം. നമ്മുടെ ആളുകളുടെ എല്ലാം ക്വാളിറ്റി രണ്ടാമതാണ്. ഒരു വിഭാഗം ആളുകൾ ക്വാളിറ്റി നല്ല രീതിയിൽ നോക്കുമ്പോൾ ഒരു വിഭാഗം ഭൂരിപക്ഷം ആളുകൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില കുറച്ച് കിട്ടിയ കഴിഞ്ഞാൽ ഓക്കെയാണ്. പിന്നെ ഫോട്ടോ ക്വാളിറ്റിയും മറ്റേത് മറിച്ചൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്, എനിക്ക് തോന്നുന്നു ഇതിലേറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്നത് ഈ പെങ്കൊച്ചായിരിക്കും. എനിക്ക് തോന്നുന്നു കല്യാണത്തിന് അച്ഛനെ, അമ്മ, വീട്ടുകാർ, നാട്ടുകാരെല്ലാം, ചെറുക്കൻ, പെണ്ണ്, ഇതിലെല്ലാം ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം എന്നൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന പെങ്കൊച്ചായിരിക്കും ചെറുക്കനേക്കാൾ കൂടുതൽ. പെൺകുട്ടി നോക്കുമ്പോൾ കടത്തിരുത്ത് പോയി ബീച്ചിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നതും ചാടിക്കളിച്ച് വരുന്നതും ഒക്കെ കാണുമ്പോഴത്തേക്കും അവരുകൊണ്ട് കാണിക്കുമ്പോൾ അതിനത് ഇഷ്ടപ്പെടും. പിന്നെ ഓക്കെ, സെറ്റാണ്, റേറ്റും കുറവാണ്, അവർ സെറ്റ് ചെയ്യും, വർക്ക് ചെയ്യും. ഈ പറയുന്ന ആളുകൾ പെട്ടെന്ന് വർക്ക് കൊടുക്കുകയും കൂടെ ചെയ്താലോ
അടുത്ത വർക്ക് അവർക്ക് കിട്ടും. റേറ്റും കുറവാണ്. ഇത് പുറത്തങ്ങ് പാട്ടാവും, നല്ല റേറ്റ് കുറവാണ്. അപ്പോൾ 50,000 രൂപയ്ക്ക് ക്ലിയർ ആയിട്ട് നല്ല രീതിയിൽ വർക്ക് പ്രൊഫഷണലായിട്ട് ചെയ്തുകൊണ്ടിരുന്നവർക്കോ ഈ മേഖല ഇടുകയും ചെയ്യും. മാത്രമല്ല ഒത്തിരി പേര് ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഈ റേറ്റ് കുറച്ച് ചെയ്യുന്നതുകൂടെ കൊണ്ട് പലരും മേഖല ഔട്ടായി പോവുകയും ചെയ്യും. ഇവരുടെ കയ്യൊക്കെയുള്ള ഒരു കാര്യക്കാരെന്നുള്ള രീതി മാറുകയും ചെയ്യും. ജിയോ കൊടുത്തൊരു പരിപാടി പോലെ. പക്ഷേ ജിയോ നല്ല സർവീസാണ് കൊടുത്തതെന്നും കൂടെ ആലോചിക്കണം. ജിയോ വില കുറച്ച് സാധനം കൊടുത്തു, നല്ല സർവീസും കൊടുത്തു. ബാക്കിയുള്ള മേഖലകളെല്ലാം പൊട്ടിപ്പോയി. അവരിപ്പോൾ ആ റേറ്റ് കൂട്ടിക്കൊണ്ട് വരുന്നു. അതേപോലെ തന്നെ ഈ വരുന്നവർ റേറ്റ് കുറച്ച് ചെയ്യുന്നത് അവർ വർക്ക് കിട്ടാൻ കൂടിയാണെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അവർ റേറ്റ് കുറച്ച് ചെയ്യാൻ അവർ ഓക്കെയാണ്, അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൽ നിങ്ങളൊരു യൂണിറ്റി ഉണ്ടാക്കണം. യൂണിറ്റി വേണം. നിങ്ങൾക്ക് യൂണിറ്റ് ഉണ്ട്. ആൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പോലെ എഡിറ്റേഴ്സിനും ഇല്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടി ചെയ്യുന്നവർക്ക് അസോസിയേഷൻ ഉണ്ടാക്കിയിട്ട് നിങ്ങളൊരു റേറ്റ് നിശ്ചയിക്കണം. അതുപോലെ കത്ത് റേറ്റ് മേടിക്കുന്നതും ഒട്ടും ചവിട്ടിത്താക്കുന്ന റേറ്റ് മേടിക്കുന്നതും നിങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് ഇതിനെ നിയന്ത്രിച്ചാൽ മാത്രമേ ഇവിടെ ഈ മേഖല നിലനിൽക്കത്തുള്ളൂ. എന്നുണ്ടെങ്കിൽ എല്ലാം തകർന്നു. അതാ രസം. അവിടെ വലിയവനുണ്ടെങ്കിൽ ചെറിയവനുണ്ടെങ്കിൽ വലിയവനുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരേപോലെ നിൽക്കണമെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് നിന്ന് ഈ പരിപാടി ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് 2,500 രൂപയ്ക്ക് ചെയ്തെടുത്ത് നാളെ വന്ന് നിന്നിട്ട് അവിടെ 1000 രൂപയ്ക്ക് ചെയ്യാനും ആൾ വരും. കാര്യം ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുതൽ മുടക്ക് സാധനം, നമ്മുടെ സമയം, നമ്മുടെ എഫേർട്ടാണ് മുതൽ മുടക്ക്. ഞാനിപ്പോൾ ഒരു കച്ചവടം ചെയ്യുന്നു, ഞാൻ അരി മേടിച്ച് വിൽക്കുന്നെങ്കിൽ ഞാൻ 50 രൂപയ്ക്ക് അരി മേടിക്കുകയാണെങ്കിൽ ഞാൻ 60 രൂപയ്ക്ക് വിൽക്കുമ്പോൾ എനിക്കവിടെ മുതലെന്ന് പറയുന്നത് ഓൾറെഡി 50 രൂപ ആണ്. എനിക്കതിനകത്ത് 55 രൂപയ്ക്കും വിൽക്കാം, 60 രൂപയ്ക്കും വിൽക്കാം, 65 രൂപയ്ക്കും വിൽക്കാം. പക്ഷേ ഞാൻ 50 രൂപയ്ക്ക് താഴെ എനിക്ക് വിറ്റ് കഴിഞ്ഞാൽ എൻ്റെ നഷ്ടം വരും. അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷേ ഇവിടെ ഈ ഫോട്ടോഗ്രാഫീസിൽ എഡിറ്റിംഗ് പരിപാടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ കമ്പ്യൂട്ടർ മുതൽ മുടക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കറണ്ട് ബില്ല് മാത്രമാണ് എക്സ്ട്രാ വരുന്നത്. അല്ലാത്തതെല്ലാം നമ്മുടെ എഫേർട്ടാണ്. നമ്മുടെ എഫേർട്ട് നമ്മൾ എത്ര സമയത്തിന് കഴിയുന്നു. അപ്പോൾ അത് ഒരാൾക്ക് വേണമെങ്കിൽ അതിന് 500 രൂപ മേടിക്കാം, 1000 മേടിക്കാം, 15,000 മേടിക്കാം, 2,500 മേടിക്കാം. അത് ഒരു അളവ് കൃത്യമായി നിശ്ചയിച്ച് നിങ്ങൾ എല്ലാവരോടും ചേർന്നാൽ മാത്രമേ അത് വെക്കാൻ പറ്റത്തുള്ളൂ. കാര്യം വർക്ക് കൂടുതൽ കിട്ടാനായിട്ട് ഇവർ റേറ്റ് കുറച്ച് ചെയ്യും. അതിന് ചിലത് ക്വാളിറ്റി ഉണ്ടാവാം, ചിലത് ക്വാളിറ്റി ഉണ്ടാവത്തില്ല. ചിലത് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പം പോലും ഒട്ടും കാശ് കിട്ടത്തില്ല. അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ക്ലയൻറ്റ് അത് എടുത്തുകൊണ്ട് പോകത്തില്ല, അത് വെച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ വരും. അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥ നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ. ഈ വീഡിയോ കണ്ടതുകൊണ്ടും ഇതൊരു വലിയ ഒരുപാട് നടക്കുന്നതുകൊണ്ടും ഒരുപാട് ഉടായ്പ ഇതിനകത്ത് നടക്കുന്നതുകൊണ്ടും ഞാൻ ഇത് വെച്ച വിഷയമാണ്. നമുക്ക് ഈ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. എൻ്റെ ഇടയിൽ തന്നെ പല ആളുകളും ഉണ്ട്. 50,000 60,000 രൂപയ്ക്ക് പ്രൊമോഷൻ ചെയ്തുകൊണ്ടിരിക്കും, 20,000 രൂപയ്ക്കും 30,000 രൂപയ്ക്കും പ്രൊമോഷൻ ചെയ്യും. എൻ്റെ അപ്പുറത്തെ ഒരാൾ പുതുതായിട്ട് വന്നിട്ട് ഇച്ചിരി റീച്ചായി കയറി കഴിയുമ്പോൾ അവർ 5,000 രൂപയ്ക്ക് ചെയ്യാനും തയ്യാറാണ്. 2-3 വീഡിയോ 5,000 രൂപയ്ക്ക് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അവരെ മതി. അവിടെ ആർക്കും ഒന്നും പറയാനും പറ്റത്തില്ല. അത് ആലോചിക്കണം. മറ്റൊരു 50,000 രൂപയ്ക്ക് വേണ്ടടോ, ഞങ്ങൾക്ക് 5,000 രൂപയ്ക്ക് ചെയ്യുന്നവരുണ്ട്. അവിടെ ആരുടെ അടുത്ത് എന്ത് പറയാൻ പറ്റും? ഇവരല്ലെങ്കിൽ ഇവർ മനസ്സിലാക്കണം, അവരുടെയും കൂടെ അവസ്ഥ മനസ്സിലാക്കി രണ്ടുപേരും അവർ ഇച്ചിരി ഒന്ന് കുറയ്ക്കുകയും ഇവർ ഇച്ചിരി ഒന്ന് കൂട്ടുകയും ചെയ്ത് ഈക്വലായി പോയാൽ എല്ലാവർക്കും വർക്ക് കിട്ടും. നമ്മളെല്ലാവർക്കും ജീവിക്കണ്ടായോടെ, ആ രീതിയിൽ പോകണം. അല്ലാതെ നമ്മളെ പിടിച്ചതിന് 4 കൊമ്പെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇത് ഒരുപാട് കമൻറ്റുകളുണ്ട്, വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പറ്റത്തില്ല. ഈ റീൽ നല്ലൊരു വീഡിയോ തന്നെ. അതിനകത്ത് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു മേഖല ഒരിക്കലും നമ്മൾ തകർക്കരുത്. അതിന് എല്ലാത്തിനും ഒരു മാന്യമായ വില എല്ലാത്തിനും കൽപ്പിക്കണം. ഉദാഹരണത്തിന് വളരെ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ അരിക്കച്ചവടം നടത്തും. നമ്മളവിടെ നിന്നുകൊണ്ട് മാർക്കറ്റിൽ 50 രൂപ അരിക്ക് വിലയുള്ളപ്പം നമ്മൾ ആ അരി 50 രൂപയ്ക്ക് തന്നെ വിറ്റ് കഴിഞ്ഞാൽ ഓക്കെയാണ്, വിലക്കുറവുണ്ട്, ലാഭമുണ്ട് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വരും. പക്ഷേ നമ്മൾ ആ അരി നാളെ 10 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ ആൾ പറയുന്നത് എന്തോന്നറിയോ? അത് പുഴുത്തതായിരിക്കും, ചീത്തയായിരിക്കും, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഉടായ്പ കിട്ടിയതായിരിക്കും. ഇങ്ങനെ ആയിരിക്കും പറയാൻ പോകുന്നത്. ഏതൊരു സാധനത്തിനും കൃത്യമായിട്ട് അതിനൊരു വില നിശ്ചയിക്കണം. അത് മാന്യമായിരിക്കണം. അത് നമ്മൾ ഈ പറയുന്ന പോലെ മറ്റുള്ളവരെ ദ്രോഹിക്കാത്ത രീതിയിലായിരിക്കണം. അത് നമ്മൾ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ മേഖല മൊത്തം തകരുന്ന പോലെ ആവും. ഒട്ടും താഴാൻ പാടില്ല, ഒട്ടും കൂട്ടാനും പാടില്ല. മാന്യമായ രീതിയിൽ ഡീൽ ചെയ്തില്ലെങ്കിൽ മൊത്തം ആളുകളെയും കൂടി തകർക്കുന്ന ഒരു പരിപാടിയായിരിക്കും ഇത്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. ഇറ്റ്സ് മീ അൽത്താഫ് സൈനിങ് ഔട്ട്.